ഭൂമി മുഴുവൻ അപകടകരമായ സ്ഥലങ്ങളാൽ മൂടപ്പെട്ടതാണ്. അതിൽ പലതിനെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചറിഞ്ഞിട്ടുണ്ടാവും, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ദ്വീപിനേക്കാളും വേഗത്തിൽ നിങ്ങളെ കൊല്ലാൻ സാധിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ടോ എന്നുള്ള സംശയമാണ്. ബ്രസീലിന്റെ തീരത്തുള്ള ഈ ദ്വീപിന്റെ പേരാണ് ഇൽഹ ഡെ ക്യുമേഡ ഗ്രാൻഡെ. പക്ഷേ ഇത് പൊതുവെ അറിയപ്പെടുന്നത് സ്നേക്ക് ഐലൻഡ് എന്ന പേരിലാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സ്നേക്സ്, പാമ്പുകളാൽ മൂടപ്പെട്ട ഒരു ദ്വീപാണ് ഈ സ്നേക്ക് ഐലൻഡ്. അനുവാദമില്ലാതെ ഈ ദ്വീപിലേക്ക് കടക്കുന്നത് ബ്രസീലിയൻ ഗവൺമെന്റ് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ സ്നേക്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ പാമ്പുകൾ എന്ന് പറയുന്നത് എക്സ്ട്രീംലി വെനമസ് ആണ്. അതായത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പാമ്പുകളാണ് ഇവിടെയുള്ളത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പാമ്പുകളൊക്കെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസാണ്, പ്രൊട്ടക്റ്റഡ് സ്പീഷീസാണ്, സംരക്ഷിക്കപ്പെടേണ്ട ജീവികളാണ്. കാരണം ഇവിടെ മാത്രമേ ഇതുള്ളൂ എന്നുള്ളതുകൊണ്ട്. അതായത് ഈ ദ്വീപിലേക്ക് കടക്കുന്ന ആളുകൾ കാരണം ആ പാമ്പുകൾ ചത്തുപോകാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ കടക്കുന്ന ആൾ 2 മിനിറ്റിനുള്ളിൽ മരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇവിടേക്ക് ചെല്ലാൻ അധികാരമുള്ളത് ബ്രസീലിയൻ നേവിക്കും ചില ശാസ്ത്രജ്ഞന്മാർക്കും മാത്രമാണ്. പക്ഷേ ഇവിടേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവിടെ എങ്ങനെയായിരിക്കും അവിടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും? നമുക്ക് നോക്കാം. ഫോർ സ്റ്റാർട്ടേഴ്സ്, ഈ ദ്വീപ് മെയിൻലാൻഡിൽ നിന്ന് 33 കിലോമീറ്റർ ദൂരെയായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീന്തി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. അതുമാത്രമല്ല, ഈ ദ്വീപ് വളരെ ചെറുതാണ്. ആകെ 4,30,000 സ്ക്വയർ മീറ്റർ വിസ്തൃതി മാത്രമേ ഇതിനുള്ളൂ. അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ സിറ്റി ആയിട്ടുള്ള വത്തിക്കാൻ സിറ്റിയുടെ അത്രയും വലുപ്പം. ഈ ദ്വീപിലെ പ്രധാന സ്പീഷീസ് അണലി വർഗത്തിൽപ്പെട്ട ഗോൾഡൻ ലാൻസ് ഹെഡ് പിറ്റ് വൈപ്പർ ആണ്. ഇവ സംരക്ഷിക്കപ്പെടേണ്ട വർഗ്ഗമാണ്. കാരണം ലോകത്തിൽ ഈ ദ്വീപിൽ മാത്രമേ ഇവയുള്ളൂ. ഒരുപാട് കാലം മുമ്പ് ഈ സ്നേക്ക് ഐലൻഡ് ബ്രസീലിയൻ മെയിൻലാൻഡുമായി കണക്റ്റഡ് ആയിരുന്നു. പിന്നീട് കടൽ നിരപ്പ് താഴുകയും ഇത് ഒറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് പാമ്പുകൾ ഇവിടെ എത്തിയത്. അങ്ങനെ പാമ്പുകളുടെ മാത്രം ഒരു ലോകമായി അത് മാറി. ഒരു തരത്തിലുള്ള മാമൽസും ഈ ദ്വീപിലില്ല. അതുകൊണ്ട് തന്നെ ഈ പാമ്പുകളുടെ ഭക്ഷണം അവിടെ വരുന്ന പക്ഷികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ പരിണാമത്തിലൂടെ ഇവരുടെ വെനമിൻ്റെ, വിഷത്തിൻ്റെ വീര്യം കൂടുകയും ചെയ്തു. കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരു കടി കടിച്ച് ആ ഫുഡ് കിട്ടണം, ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടുത്തെ പാമ്പുകളുടെ. അതുകൊണ്ട് തന്നെ ഇവരുടെ വെനം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ കടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആ പക്ഷി പാരലൈസ്ഡ് ആവും, തളർന്നു പോവും, അല്ലെങ്കിൽ മരിക്കും. എന്തായാലും ഫുഡ് പാമ്പിന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പോലും വല്ലപ്പോഴുമേ പോകാറുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം പാമ്പുകൾ അവിടെ ഉണ്ടെന്നോ അതിൻ്റെ കടി എത്രത്തോളം അപകടകരമാണെന്നോ കൃത്യമായി നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഊഹങ്ങളുണ്ട്. ചില എസ്റ്റിമേറ്റ്സ് പറയുന്നത് അവിടെ 4,30,000 പാമ്പുകൾ ഉണ്ടെന്നാണ്. അതായത് ഓരോ സ്ക്വയർ മീറ്ററിലും ഓരോ പാമ്പ്. അതെല്ലാം തന്നെ 1/2 മീറ്ററോളം വലുതാകുന്ന പാമ്പുകളും. അതായത് ഈ ദ്വീപിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു പാമ്പിൽ നിന്ന് നിങ്ങളിലേക്ക് 1 മീറ്ററിൽ കുറഞ്ഞ നീളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇവയുടെ കടി എത്രത്തോളം മനുഷ്യന് അപകടകരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ ഒന്നും ഇല്ല മനുഷ്യനെ കടിച്ചതായിട്ട്. പക്ഷെ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ബ്രസീലിയൻ മെയിൻലാൻഡിലെ റെഗുലർ ലാൻഡ് ഹെഡ് അണലികളുടെ കടി കിട്ടിയാൽ ചികിത്സിച്ചില്ലെങ്കിൽ മരിക്കാൻ 7% ചാൻസ് ഉണ്ട്. ഇനി ചികിത്സിച്ചാലും മരിക്കാൻ 3% ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്നേക്ക് ഐലൻഡിലെ പാമ്പുകളുടെ ഒരു കെമിക്കൽ അനാലിസിസിൽ നിന്നും അവയുടെ വിഷം 5 മടങ്ങോളം നാട്ടിലുള്ളവയേക്കാളും കൂടുതൽ വീര്യമുള്ളതാണെന്ന് മനസ്സിലായി. അതായത് ഇവയുടെ ഒരു കടി കിട്ടിയാൽ മരിക്കാൻ ഏതാണ്ട് 35% ചാൻസ് ഉണ്ട്. ഐലൻഡിൽ കുടുങ്ങുന്നത് കൊണ്ട് തന്നെ ചികിത്സിക്കാനും പറ്റില്ല. അവയുടെ വെനം ഹീമോടോക്സിക് ആണ്. അതുകൊണ്ട് ഇവയുടെ കടി കിട്ടിയാൽ കടിച്ച ഭാഗത്ത് സ്വെല്ലിങ്ങും, നോഷ്യയും, ഛർദിലും, ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ്ങും, കിഡ്നി ഫെയിലിയറും, ബ്രെയിൻ ഹെമറേജും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കടി കിട്ടിയാൽ മോസ്റ്റ് ലൈക്ലി നിങ്ങൾ മരിച്ചു പോകും. അപ്പോൾ ഈ പാമ്പുകളെ അവോയ്ഡ് ചെയ്യാൻ അവിടെ എത്തിപ്പെട്ടാൽ നിങ്ങൾ എങ്ങോട്ടേക്ക് പോകും? ബീച്ചുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ബീച്ചുകൾ ഒന്നും തന്നെ അവിടെ ഇല്ല. അതെല്ലാം തന്നെ പാറ കൊണ്ടുള്ള ക്ലിഫ്സ് ആണ്, റോക്കി ക്ലിഫ്സ് ആണ്. സോ അതൊരു ഓപ്ഷൻ അല്ല. ദ്വീപിൻ്റെ നടുഭാഗമാകട്ടെ ചെറിയ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്, മുഴുവൻ കാടാണ്. ആൻഡ് അവിടെയാണ് ഈ പാമ്പുകൾ കൂടുതലായിട്ടുള്ളത്. സോ അതും ഒരു ഓപ്ഷൻ അല്ല. ബാക്കിയുള്ള കുറച്ച് ഭാഗം ഗ്രാസ് ലാൻഡ്സ് ആണ്, പുൽമേടുകളാണ്. അവിടെയാണ് പിന്നെയും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുക. പക്ഷേ എന്നാലും ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടോ? ആകെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പാമ്പുകളെ പിടിക്കുന്നതിന് മുന്നേ ഏതെങ്കിലും കിളികളെ കിട്ടുവാണെങ്കിൽ അതിനെ തിന്നുക, അല്ലെങ്കിൽ പിന്നെ ഈ റോക്കി ക്ലിഫ്സിലൂടെ ഒക്കെ പോയിട്ട് ഏതെങ്കിലും മീനിനെ പിടിച്ച് തിന്നുക എന്നുള്ളതാണ്. അതും അല്ലെങ്കിൽ പിന്നെ പാമ്പിനെ തന്നെ വേട്ടയാടി തിന്നേണ്ടി വരും.
ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ഷെൽട്ടർ വേണമെങ്കിൽ ആ ദ്വീപിൽ ആകെ ഉള്ളൊരു സ്ട്രക്ചർ ഈ കാണുന്ന ലൈറ്റ് ഹൗസ് മാത്രമാണ്. ഇത് എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനാരും അവിടെയില്ല. തനിയെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വല്ലപ്പോഴും ബ്രസീലിയൻ നേവി മാത്രമാണ് ഇതിൻ്റെ മെയിൻ്റനൻസിനായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഷെൽട്ടർ കിട്ടിയാലും അവിടെ എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഈ ദ്വീപിൽ വെള്ളത്തിന് ആകെയുള്ള സോഴ്സ് മഴ മാത്രമാണ്. അതുകൊണ്ട് ഇതിൽ പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. കാരണം ഹെൽപ്പ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓൾറെഡി ബ്രസീലിയൻ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ടേക്ക് റിക്രിയേഷണൽ പർപ്പസിനായിട്ട് വരാനും പറ്റത്തില്ല. പിന്നെ നേവി വന്നാലായി അത് എത്ര കാലം കഴിഞ്ഞ് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും കാലം നിങ്ങൾ പാമ്പുകളുടെ കടി കിട്ടാതെ നിൽക്കണം എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ നിന്നാലും ഫുഡിൻ്റെ കാര്യം വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. മഴ എപ്പോഴും പെയ്യണമെന്നുമില്ല. സോ ഇതാണ് സ്നേക്ക് ഐലൻഡിൻ്റെ കഥ. ചുരുക്കി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ എഴുതുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ക്യൂരിയസ്.